അവിടെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മേഡത്തിന് അപ്പം മനസ്സിലാവും. മേഡം ധൈര്യമായിട്ടിരിക്കെ. ഈ കേസിൽ കോടതി അവനെ ശിക്ഷിക്കും. അവനൊരു ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ അങ്ങേയറ്റം വരെ ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഈ കേസിപ്പോ മേഡത്തിന് മാത്രമല്ല, എന്റെ പേഴ്സണൽ മാറ്റർ കൂടിയാണ്. ആ ഗോകുൽ രാജും അവന്റെ പഴയ ജൂനിയർ ആരതി വർമ്മയും തമ്മിലുള്ള ഒത്തുകളി കോടതിയിൽ ഞാൻ പൊളിക്കും. മേഡം നോക്കിക്കോ. അപ്പൊ ഇവരുടെ പ്ലാനിംഗ് ആയിരുന്നു. നിയമം നടത്തേണ്ട ഒരു പോലീസുകാരൻ അവന്തിക്ക് വേണ്ടി സച്ചിയെ മനഃപൂർവ്വം ജയിലിലടയ്ക്കാൻ നോക്കുകയായിരുന്നു. സേതുമാധവന്റെ കുടുംബത്തെ വേട്ടയാടി അവന്തിക്ക് ഇനിയും മതിയായിട്ടില്ല. ഒത്തു കളിച്ചത് ആരായാലും തോറ്റുപോയത് ഞാനാ. എന്റെ മുന്നിലൂടെ എന്നെ പരിഹസിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയത് നിങ്ങളും കണ്ടതല്ലേ. അത് ഞാൻ എങ്ങനെ സഹിക്കും? ഇങ്ങനാണെങ്കിൽ അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയറിന്റെ കാര്യം എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. മേഡം, ഈ കാക്കിന്റെ ദേഹത്ത് കയറിച്ചേ കാലം കുറച്ചായി. ഇന്ന് വരെ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു കേസും കോടതിയിൽ തോറ്റിട്ടില്ല. ശിക്ഷ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച എല്ലാ കേസിലും പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ആ സച്ചിയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതെന്റെ വാക്കാണ്. എങ്കിൽ പിന്നെ അവനൊരു ജീവപര്യന്തം വാങ്ങിക്കൊടുത്തിട്ട് വാ. എന്നിട്ട് ആലോചിക്കാം അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയറിന്റെ കാര്യം. സാറിനെ കൊണ്ടതിന് സാധിച്ചില്ലെങ്കിൽ ആ ഷെയറിന്റെ കാര്യം മറന്നേക്ക്. എടാ പബ്ലിക് പ്രോസിക്യൂട്ടറെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് നീ തകർത്തളഞ്ഞത്. ഇതിനുള്ള പണി നിനക്ക് ഞാൻ വേറെ തരുന്നുണ്ട്. എന്താ വെച്ചി, കാറിന് സ്പീഡ് പോരാന്ന് തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല. പക്ഷേ ഒരു ടെൻഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കണ്ടുപിടിക്കുന്നവരെ ഒരു സമാധാനവും ഇല്ല. അല്ല, സാർപ്പം തന്നെ സിറ്റി ഹോസ്പിറ്റലിൽ പോന്നെ? അവിടെ ആരെല്ലാം ഉണ്ടോ? ആരാ? അമ്മയാണോ അതോ വൈഫാണോ? ഭാര്യയാണോന്ന് ചോദിച്ചാ ഭാര്യ തന്നെ. അല്ല, സാറിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവക്കൊരു തലവേദന വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇറിറ്റേറ്റഡാ, പിന്നെ ഒരു ഡിപ്രഷൻ മൂഡാ. ഇത്തവണ ചെന്നപ്പോ അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞു. സാറിന്റെ ഭാര്യയുടെ അസുഖം പെട്ടെന്ന് മാറും. അത്രയ്ക്ക് നല്ല മനസ്സാ സാറിൻ്റെത്. താൻ പറഞ്ഞത് ശരിയാ. ഇപ്പോ നല്ല കുറവുണ്ട് അവക്ക്. ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. എനിക്കും സാറിന്റെ ഭാര്യ ഒന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ. ആ, അതുപോലെ സച്ചി ഇത്രയേറെ സ്നേഹിക്കുന്ന സച്ചിയുടെ ഭാര്യയെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആശുപത്രി ചെന്ന് ഞാൻ അവളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലുടനെ ഞാൻ അർച്ചനയുമായി സാറിന്റെ അരികിലേക്ക് വരും. എന്നെ രക്ഷിച്ചത് സാറാണെന്ന് എനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കണം. അല്ല, സത്യത്തില് ഈ അർച്ചനയും സച്ചിക്ക് എങ്ങനെ നഷ്ടപ്പെട്ടത്? അതൊക്കെ വലിയൊരു കഥയാ സാറേ. നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, പിന്നീട് അയാൾ നമ്മുടെ ജീവിതത്തിന്റെ മാത്രമല്ല കുടുംബത്തിന്റെ ആകെ എല്ലാമായി മാറുക. അങ്ങനൊരു അത്ഭുത പ്രതിഭാസമായിട്ടാ അർച്ചന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊള്ളാമല്ലോ.
ആ കേക്കട്ടെ. സത്യത്തില് അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ദൈവം തീരുമാനിച്ചത് ഞങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാന്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് വല്ലാത്തൊരു ലവ് സ്റ്റോറി ആണല്ലോ. അങ്ങനെ വെറുത്ത് വെറുത്ത് ഒടുവില് അർച്ചനെ ഞാൻ എന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ടും ഞങ്ങൾ പിരിഞ്ഞു. സാറ് പറഞ്ഞതുപോലെ ആ ലവ് സ്റ്റോറി ഒരു ട്രാജഡി സ്റ്റോറിയായി മാറി. ലക്ഷ്മി എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നതോടെയാ അത് സംഭവിച്ചത്. ലക്ഷ്മിക്ക് എന്താ സംഭവിച്ചത്? ലക്ഷ്മിക്ക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ഹാർട്ട് കണ്ടീഷന്. മരണത്തിലേക്കുള്ള എന്റെ യാത്രയിൽ ഇടവേള സച്ചേട്ടനൊത്തുള്ള ഈ കുറച്ച് സമയം. സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാള് പോലും അറിയരുത്. അർച്ചന പോലും. സത്യം അവളോട് തുറന്നു പറയണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ബിസിനസ്സും സ്വത്തും എല്ലാം മറ്റൊരു ചതിയിലൂടെ ഞങ്ങൾക്ക് നഷ്ടമായി. ഈ കൊട്ടാരത്തിന്ന് കുടിലേക്കെന്ന് പറയില്ലേ, അതുപോലെ ഒരു വാടക വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. എന്നിട്ടും ഞങ്ങൾ ആരും തളർന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ കടപുഴക്കി എറിഞ്ഞത്